വെൽക്കം ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്നറിയോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പപ്പായ, കർമൂസ, പപ്പരക്ക, ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ പറയും. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പുഡിംഗ്. യെസ്, പപ്പായ പുഡിംഗ് ആണ് ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നല്ല വെയിറ്റ് ഉണ്ട്. ഇത്രയും വലിയ പപ്പരക്ക ഞാൻ എങ്ങനെ കട്ട് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇത് കണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ടതല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് പറയാം. ഞാൻ മലയാളത്തിൽ പറഞ്ഞോളാം. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത് ഇത് തയ്യാറാക്കാനായിട്ട്. പുഡിംഗ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയാം, ശ്രദ്ധിക്കാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ടെൻഷൻ വേണ്ട, ഞാൻ പറഞ്ഞു തരാം എന്താ വേണ്ടതെന്ന്. പാല് വേണം, മിൽക്ക് മെയ്ഡ് വേണം, ചൈന ഗ്രാസ്, പഞ്ചസാര. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ? പപ്പായ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം വാനില എസൻസ്. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധം നോക്കിയിട്ട് നമുക്കത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. എന്നാലും കിടന്നോട്ടെ. വാനില എസൻസ്, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടേ? ബദാം, നട്ട്സ്, പിന്നെ ചെറീസ്. തൽക്കാലം ഇത്രയും മതി. നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, റെഡി, തുടങ്ങാം. പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ, അല്ല പൊന്ന് കൽബിൽ വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ, അല്ല പൊന്ന് കൽബിൽ വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. മിണ്ടുള്ള ഞാൻ മിണ്ടുള്ള, മിണ്ടുള്ള ഞാൻ മിണ്ടുള്ള. സജിത അവിടെ പാടി എന്റർടൈൻമെന്റ് സോണിലേക്ക് ബാക്കി വെക്കാൻ പറയായിരുന്നു സജിതടുത്ത് കുറച്ച്. സജിത എങ്ങനെ ഡാൻസ് ചെയ്യും സജിതയുടെ പാട്ടിന്? മിണ്ടുള്ള മിണ്ടുള്ള, അയ്യോ മിണ്ടുള്ള ഞാൻ മിണ്ടുള്ള, മിണ്ടുള്ള ഞാൻ സജിത പാട്ട് നിർത്തിയായിരിക്കും. പട്ട കിട്ടിയ പട്ട. മിണ്ടാതിരുന്ന ഒന്നും നടക്കൂല. എത്ര പെട്ടെന്ന് ഇത് കട്ട് ചെയ്താൽ പുഡിംഗ് റെഡിയാവും. ഓക്കെ, അടുത്ത പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ശ്രദ്ധിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. റെഡി? കുറച്ചോനെ ഇത് ശരിയായല്ലോ. ചേട്ടേ പോലെ ഇത്രയും പാടുപെട്ട് ഞാൻ അറിയാറില്ലേ പപ്പായ. എന്തൊരു പാടാ ഇത്. ഞാൻ കഷ്ടപ്പാടെന്ന് പറയുന്നത്. നോക്ക്, ഇതിനകത്ത് ഒരു കുരു പോലും ഇല്ല. ഒരു കുരുവിനുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കിളിപ്പിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം പപ്പായ. ഓഹോ, സജിതക്ക് എന്ത് പറ്റി? കുരുവില്ലാത്ത പപ്പായാണോ കിട്ടിയിരിക്കുന്നത്? ഒരു കുരു കിട്ടിയുള്ളൂ. എനിക്ക് ഭാഗ്യമായല്ലോ. ഒരെണ്ണെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ കൂടെ കിളിപ്പിച്ചാലോ? പിന്നെന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. ഞാൻ എപ്പോഴും കഴിക്കും. സൗന്ദര്യം വെക്കാനൊന്നുമല്ല, സൗന്ദര്യ രഹസ്യം അതാണോ? ചോദിച്ചു അങ്ങനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. പപ്പായ പപ്പായ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് അല്ലേ? ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഏത് വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ ആദ്യം അവരെ കണ്ട് മിണ്ട് സംസാരിച്ച്, സോപ്പിടുന്നല്ല കേട്ടോ, എല്ലാം കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പറയാം എനിക്ക് ഒരു പപ്പായ തരുമോന്ന്. ചില നാട്ടിൽ കർമൂസ എന്ന് പറയും, നമ്മൾ തലശ്ശേരിയിൽ കർമൂസ എന്ന് പറയും. തലശ്ശേരിയിൽ എന്താ പറയാ? കർമൂസ. കർമൂസ. ഞാൻ പപ്പായ എന്നാ പറയുന്നത്. നമ്മളെ വീട്ടിൽ പപ്പായ. സമൂസയാണോടാ? സമൂസ അല്ലേ, കർമൂസ. തലശ്ശേരി ഭാഷ പുതിയ ഭാഷയല്ലേ? നിങ്ങളുടെ തലശ്ശേരി ഭാഷ കേട്ടിട്ടില്ല അങ്ങനെ. ശാലിനിയുടെ സ്ഥലം എവിടെയാണ്? എറണാകുളം. പാലക്കാട്. 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 എന്താ പറയാ? പപ്പാളിങ്ങ. പപ്പാളിങ്ങ. പപ്പായക്ക് പപ്പാളിങ്ങാന്നോ? അങ്ങനെയാണോ പറയുന്നത്? ഇപ്പോഴും അങ്ങനെ പറയുന്നത്?
പപ്പായ ഇപ്പത്തെ സ്റ്റാൻഡേർഡിൽ പറയാം. എന്തൊക്കെ ഡിഫറെന്റ് പേരാണ് പപ്പായക്ക്? ഒരാൾ കപ്പങ്ങ, കപ്പങ്ങ, കർമൂസ, പപ്പായ, പപ്പരക്ക. അവിടെ എന്തെങ്കിലും പറയാറുണ്ടോ? പപ്പാളി. പപ്പാളിയോ? എവിടെ? തക്കാളി അല്ല പോലെ പപ്പാളി. തമിഴില് പപ്പാളിപ്പഴം എന്ന് പറയും. എവിടെ പറയാ? തമിഴന്മാര്. തമിഴോ? എന്താ പറയാ? പപ്പാളി. പപ്പാളി. പപ്പാളിപ്പഴം. പപ്പാളിപ്പഴം. അപ്പൊ തമിഴ്നാട്ടില് പപ്പാളിപ്പഴം. പപ്പാളിപ്പഴം. എനിക്ക് വയ്യ, എത്ര ഇതെല്ലാം നെറ്റ് നിർത്തിയിരിക്കും. ആണോ? അഞ്ജന ചേച്ചി, ഇതൊക്കെ നെറ്റിന്ന് കിട്ടിയതാ? ഒക്കെ നെറ്റി. അല്ല, അത് ഇടയ്ക്ക് കുക്കറി ഷോ കാണുമ്പോ പറയുന്ന കേട്ടതാ. എല്ലാം കള്ളവാ ചേച്ചി, ഒന്നും വിശ്വസിക്കണ്ട. അയ്യോ, എന്തായാലും നന്നായി. അവരെല്ലാം ഉണ്ടാക്കുന്ന പുഡിങ്, ബർഫി പോലെ എന്തൊക്കെയാണ്. സജിത എന്താണ്? ഞാനും പപ്പായ പുഡിങ് ആണ്. അതെങ്ങനെ ആവുമെന്ന് അറിയില്ല. കൊറേ എടുത്തിട്ടുണ്ട്, കുറച്ച് കഴിക്കാല്ലോ ബാക്കി വന്ന. അതെ, കഴിക്കാം. പിന്നെ എന്താണ്, ജലറ്റിനാണോ ചൈന ഗ്രാസ് ആണോ? പുഡിങ്ങിന്റെ ഒരു ഏജന്റ് എന്താണ് ഇത്? ചൈന ഗ്രാസ്. ചൈന ഗ്രാസ്. കഴിഞ്ഞ തവണ ഉണ്ടോ ബോണ്ട ഉണ്ടാക്കിയപ്പോ ഞാൻ ഇവരെ ആരെയും മൈൻഡ് ചെയ്യാത്ത ബോണ്ട കരിഞ്ഞു പോകും. ആണല്ലേ? സജിതയ്ക്ക് ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അഞ്ജനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഞാൻ ആ സെക്ഷനിലേക്ക് നോക്കുന്നേ ഇല്ല. ഒരു എന്താ പറയാ, ഒരു സ്നേഹമൊക്കെ ആവാം അല്ലേ? ഫ്രണ്ട്ലി നെയ്ബർഹുഡ്. പക്ഷെ എനിക്ക് ഒരുപാട് ഐറ്റം എടുക്കാൻ പോണം, പേടിയാണെന്നറിയോ? ഈ പപ്പായ ഈട് വെച്ചിട്ട് പോയി അഞ്ചിന് വെച്ചിട്ട് കഴിച്ചു എന്ത് ഞാൻ പാടുപെടുന്ന അത് ഞാൻ ചിലപ്പോ അടി വാങ്ങും. അല്ല, ഞാൻ ആദ്യമേ കണ്ട് സജിത് ഒരു 4-5 പപ്പായ അടിച്ചു മാറ്റിയത്. 4-5 ഉണ്ടോ? 4-5 ഒക്കെ എടുത്ത് ഒളിപ്പിച്ചു. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ? അല്ല, ഞാനിടയ്ക്ക് കഴിക്കാൻ ഞാൻ കണ്ടു കേട്ടോ, അതേ താഴെ ഇരിക്കണ ഞാൻ എടുത്ത് കഴിച്ചോ. എക്സ്ട്രാ അത് വേണമെങ്കിൽ അഞ്ജന എടുത്തിട്ട് വെക്കും. കൈവെട്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ സജിതയ്ക്ക് ഇത് ചൈന ഗ്രാസ്, മിൽക്ക് പാല്, ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, പാല്, പപ്പായ, പിന്നെ അത് അലങ്കരിക്കാൻ ബദാം, നട്ട്സ്, ചെറീസ്, എല്ലാം പഞ്ചസാര. എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ്. പേരിട്ടിട്ടില്ലല്ലോ പുഡിങ്ങിന്? ഉണ്ടോ? പപ്പായ പുഡിങ്. പപ്പായ പുഡിങ് അവസാനം ആവുമ്പോ എന്തെങ്കിലും ഒരു പേര് അതെല്ലാം നോക്കാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞിട്ട് വേണം സജിതയുടെ അവിടെ പോയി പപ്പായ അടിച്ചു മാറ്റാൻ. അഞ്ജന എന്തിനാ പരദൂഷണം പറയുന്നത്? പരദൂഷണമല്ല, നിന്റെ പപ്പായ നല്ല സുന്ദരിയാണ്. അപ്പൊ എനിക്കത് കഴിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുക. ആഹാ, എന്നെ പോലെ സുന്ദരിയാണെന്ന്. പപ്പായാണ് മതി, കഴിക്കുന്ന നോക്ക് വെട്ടി വിഴുകുന്നുണ്ട് അവിടെ. ലാസ്റ്റ് പുഡിങ്ങിനൊന്നും സാധനം ഉണ്ടാവില്ല. ലാസ്റ്റ് സ്റ്റേജാണ് ബദാം. ബട്ട് ബദാം റെഡി ആയിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ആദ്യം നമുക്ക് വേണ്ടത് പപ്പായയാണ്. ആ പപ്പായ നന്നായി ഞാൻ കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇത് അരിയാം. ശ്രദ്ധിക്കണം എങ്ങനെ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് എനിക്ക് പണിയെടുക്കുന്ന ഇടയ്ക്ക് പാട്ട് പാടണം, നിർബന്ധമുള്ള കാര്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞൊക്കെ പാടിയേ പറ്റൂ, ഞാൻ പാടും. വേണമെങ്കിൽ എല്ലാവരും ചോദിക്കുമായിരിക്കും, ഇത് പാട്ട് റിയാലിറ്റി ഷോ ഒന്നും അല്ലല്ലോ. അപ്പുറത്ത് അവർ ചോദിക്കും, ഇത് കുക്കിംഗ് അല്ലേ നിനക്ക്? പക്ഷെ എനിക്ക് വീട്ടിലിപ്പോൾ ചായ ഉണ്ടെങ്കിൽ എനിക്ക് പാട്ട് പാടിയേ പറ്റൂ. നിങ്ങൾ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യൂലേ? നിങ്ങൾക്ക് ബോറടിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത് ബേജാറാവണ്ട. അതുകൊണ്ടല്ലേ ഞാൻ പാട്ട് പാടാമെന്ന് പറഞ്ഞത്. പേപ്പറിൽ പാട്ടൊക്കെ റെഡി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നോക്കി പാടും, എന്തായാലും ആസ്വദിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് പാട്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ പാടണമെന്നുണ്ടെങ്കിൽ ഇവിടെ SMS അയച്ചാൽ മതി. ഫോർമാറ്റ് എനിക്കറിയില്ല, ചോദിച്ചിട്ട് പറയാം. മാണിക്യ മലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യ മലരായ നല്ല പ്രാക്ടീസ് ചെയ്ത് തരണവരാ. അവർക്ക് പാടിയാൻ ഡാൻസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കറക്റ്റാ, കയ്യൊക്കെ മൂവ്മെന്റ്സ് നടന്നോളൂ. അവിടെ കഴിയുമെന്ന് തന്നെ അറിയാം. അടുത്ത സെക്കൻഡ് ബാച്ച് വരുമ്പോഴും അവരുടെ കൂടെ ലാസ്റ്റ് ആവാറുണ്ടല്ലോ. പുള്ളിക്കാരി ഏറ്റവും ലാസ്റ്റ് വിലസിടും നാരി. പാട്ട് പാടി എൻ്റെ പപ്പായ അരി നടക്കൂല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു അടുത്ത പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്.
വീട്ടിൽ സത്യം പറഞ്ഞാൽ പപ്പായ അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടാണെങ്കിലും പപ്പായ കട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആര് കഴിച്ചാലും ആര് കഴിച്ചില്ല ഞാൻ കഴിക്കും, ആർക്കും കൊടുക്കത്തുമില്ല. ഭയങ്കര കൊതിച്ചിയാണ്. അതേപോലെ ഉമ്മാക്കും അതേപോലെ എൻ്റെ വീട്ടിൽ പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും അറിയാം പപ്പയൊക്കെ കൊതിച്ചിയാണ്. ആർക്കും ഞാൻ കൊടുക്കില്ല. ഞാൻ പോയിട്ട് ചോദിക്കും നിങ്ങൾക്ക് പപ്പായ വേണമെന്ന് ചോദിക്കും. വേണമെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? തരാൻ തീരെ താല്പര്യമില്ലെന്നാ. എല്ലാവർക്കും അറിയാം. ഇവിടെ കുറേ പപ്പായ എടുത്തിട്ടുണ്ട്. ഇത്രയും പപ്പായൊന്നും ആവശ്യമില്ല. ഒരു കണക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അവർക്ക് ഒരു എന്താ പറയുക അത്യാവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം പപ്പായൊക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ. बना बनाने की कसम खाई है तेरी उल्फत में जानम और आई है तुझे अपना बनाने की कसम खाई है. അപ്പോൾ പപ്പായ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഓക്കെ. സത്യം പറഞ്ഞാൽ തിരക്കിട്ടെല്ലാം ഞാൻ മറന്നുപോയി. ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ നേരമായി, ഒന്നും ആയിട്ടില്ല. ഞാൻ പിന്നെ എന്തായാലും കൊള്ളാവും എന്നുള്ള ഓഡിയൻസിന് അറിയാം. അപ്പോൾ പാട്ടെങ്കിലും അവർ കേൾക്കട്ടെ. പപ്പായ എന്തായാലും ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ. എന്തൊരു പാടല്ല, കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? ഇതൊന്നും കൂടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പെണ്ണുങ്ങളായ അടുക്കളപ്പണി എടുക്കണമെന്ന് പറയും. ഇനിയിപ്പോൾ എടുത്തല്ലേ പറ്റൂ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടം ഭൂരി പൂമകൾ ഫാത്തിമ പാരിലെ നാരിമ ആകയിൽ മാതൃക പാരിലെ നാരിമ ആകയിൽ മാതൃക ഭൂമിയാൽ ഹർഷിം പൂവിതൾ ഫാത്തിമ ടങ് ടണങ് ടണണണ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടം ഭൂരി പൂമകൾ ഫാത്തിമ പാരിലെ നാരിമ ആകയിൽ മാതൃക പാരിലെ നാരിമ ആകയിൽ മാതൃക ഭൂമിയാൽ ഹർഷിം പൂവിതൾ ഫാത്തിമ ടങ് ടണങ് ടണണണ ടങ് ടങ് പറഞ്ഞോ നടക്കൂല. കുറേ പാട്ടായി, പണിയൊന്നും നീങ്ങിയിട്ടില്ല. അവിടെ എല്ലാവരുടെയും പണി കഴിഞ്ഞു. ചൈന ഗ്രാസ് നല്ല ചെറുതായിട്ട് അരിയണേ, എന്നാൽ വേഗം അലിഞ്ഞ് കിട്ടുമെന്ന് അമ്മയും മമ്മിയും പറഞ്ഞത്. ഞാൻ എന്തായാലും ഒരു ആവറേജ് എടുത്തിട്ടുണ്ട്. കണക്കൊക്കെ എങ്ങനെ എനിക്കൊന്നും കണക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചെയ്യാം. ചൈന ഗ്രാസ് കൂടാൻ പാടില്ല. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഇതേ ചെകുത്താനും കടലിനും നടുക്കെന്നൊക്കെ പറയുന്ന പോലെ, ചെകുത്താൻ പ്ലസ് കടലിനൊക്കെ പറയുന്ന പോലെ ശ്രദ്ധിക്കണം. കൂടാൻ പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. കൃത്യമായിട്ടുള്ള അളവ് എനിക്ക് അറിയത്തുമില്ല. അളവ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ കടയിൽ വരുമ്പോൾ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടൊക്കെ വന്നൂടെ. ഞാൻ ടയേർഡായി, ഒന്നും ആയിട്ടില്ല, ബട്ട് ടയേർഡായി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും മതി. നമുക്കിനി അടുത്ത് എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയുമോ? നമ്മൾ ഒരു സോസ് പാൻ വെച്ചിട്ട്, ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ പപ്പായ പഞ്ചസാര മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ ഈ പപ്പരക്കാട് ചുവന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഗ്യാസ് കുറച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പപ്പായ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് പഞ്ചസാരയിട്ട് നന്നായിട്ട് വഴറ്റണം. ആവശ്യത്തിന് പപ്പായ, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടേക്കാം. ഓക്കെ, മതി. അധികമായാലും പ്രശ്നമാണ്. നന്നായിട്ട് വഴറ്റണം. നമുക്ക് എന്തായാലും ഈ പപ്പായം കൂടി ഇടാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
ഒരു കറും നല്ല മധുരമുണ്ട്. നല്ല പഴുത്ത പപ്പായാണ് എപ്പോഴും. എനിക്ക് ഇത് ഏല് കിട്ടുന്നില്ല. ഇവിടെ കിട്ടിയത് ഈ തവിയാണ്, ഇതാവുന്നില്ല, ഒരു ഏലുണ്ടാവുന്നില്ല. ഞാൻ വീട്ടിലെല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മുഖത്ത് വീണില്ല, ഡിഫറെൻ്റ് ആയ തവി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതാവുന്നില്ല. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് വഴറ്റട്ടെ. നന്നായിട്ട് വഴറ്റുമ്പോൾ ഈ പഞ്ചസാര ഇതിൽ മിക്സാകും. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു കറി ഉണ്ടാവുമല്ലോ, പഴുത്തേന് കറി ഉണ്ടാവില്ല, എന്നാലും ലേശം ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് മിക്സ് ആകുമ്പോൾ നന്നായിരിക്കും. ആ കറി വച്ചോവയൊക്കെ മാറും. എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട്. ഇത് കരിഞ്ഞു പോയി എന്ത് ചെയ്യും? നല്ല പാടാമല്ലേ? വേണ്ട, ഇത് മുരിച്ച് സോറി, ഇത് റെഡി ആയിട്ട് നമുക്ക് പാടാം. മതി. അപ്പോൾ ഏകദേശം നന്നായിട്ട് അത് വരണ്ടും തോന്നുന്നു. ഹൽവ പരുവത്തിലായിട്ടുണ്ട്. ഹൽവ തമ്പുരാനെ, എൻ്റെ മുഖത്തൊക്കെ വീണു. എൻ്റെ സൗന്ദര്യമൊക്കെ പോകും കുക്കിങ്ങൊക്കെ പഠിച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് റെഡിയായി. ഇത് നമുക്ക് ഒരു വേറെ പ്ലേറ്റിലൂടെ സെർവ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ കഴിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരെ വേറെ പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഓക്കെ, നമുക്ക് ഈ പപ്പായ തണുത്തതിന് ശേഷം മിക്സിയിൽ അടിക്കണം. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് പാലിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം നമുക്കിനി ചൈന ഗ്രാസ് തിളപ്പിക്കണം, പിന്നെ പാല് തിളപ്പിക്കണം, മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കിടക്കാം. സംസാരം പാട്ടൊക്കെ അപ്പോൾ ഇവിടുത്തെ പാചക വിശേഷങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സോണിലെ വിശേഷങ്ങൾ അറിയാം. ആ ഭാഗത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പിൾ തരാൻ പോവാണ്. സന്തോഷമായി അല്ലേ? ശരി, അതെങ്ങനെയാ കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതെങ്ങനെയാ? നിങ്ങളുടെ രണ്ട് കൈയും പറഞ്ഞില്ല കെട്ടി വെക്കൂല. ചാരു റെഡി, ചാരു റെഡി ആയിട്ട് വെക്കാം. സാരമില്ല, ചെറിയ മക. ഇത് അക്ഷരം പതുക്കെ സ്മോൾ സ്ലാ കുഴപ്പമില്ല കേട്ടോ. ഒരു മിനിറ്റ് ആയിട്ടില്ലല്ലേ? സമയമുണ്ട്. അപ്പൊ നീ വിചാരിച്ചാൽ കിട്ടും. വേഗം 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 കഴിക്കാം കഴിക്കാം. എല്ലാവരും കമ്പൊക്കെ എല്ലാം കഴിച്ചു. ഇനി വളരുമെന്ന് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോ ചെവിന്നൊക്കെ ടൈം ഇപ്പോ 1 മിനിറ്റ് 12 സെക്കൻഡ്സ്. ഒറ്റ അടിക്കത് മുഴുവൻ കഴിക്കുന്നു. കുറച്ചും കൂടെ ഉള്ളൂ. കുറച്ചും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഉള്ളൂ. 15 സെക്കൻഡ്. വിഷമം വരും ഇത്ര നേരം എന്നെ കഴിച്ചിട്ട്. അതിന് വിഷമം നീ വെറുത്തു പോയെന്ന് വിചാരിക്കും. കേക്കണേ അതുകൂടെ അയ്യോ നല്ല എന്നിട്ട് വലിച്ചിരട്ടെ. എന്നാലും ഇത്രയായി. ബാക്കിയില്ല. ഇനി സംഗീത. ആപ്പിള് പോലെയുള്ള സംഗീത ചേച്ചി ആപ്പിള് കഴിക്കാൻ പോവുകയാണ്. യെസ്, സംഗീതയുടെ ഇപ്പൊക്കെ നല്ലതാണ്. തുടങ്ങട്ടെ സമയം. ഓക്കെ, സ്റ്റാർട്ട്. ചെറിയ ചേട്ടാ ചെറിയ കാര്യമാണെങ്കിൽ സ്പീഡ് കൊടുത്തടാ. അണ്ണാൻ കുഞ്ഞിനെ പോലെ. തീർന്നു.
പറയല്ലേ അങ്ങനെ പറയല്ലേ. ഒരു മിനിറ്റ് ആയിട്ടില്ല. സമാധാനമായിട്ട് കഴിച്ചോളൂ. Now 1 minute. ഇനി 1 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അതെ എല്ലാരും കടത്തി വെട്ടി മുന്നേറുകയാണ്. ക്യാമറയിൽ കാണുന്നുണ്ട്. സൂക്ഷിച്ച് താഴെ പോലെ സൂക്ഷിച്ച്. ചിരിക്കാതെ എനിക്ക് പാവം തോന്നുന്നു. അതിനെടുത്തോ വയലേക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു കൺസിഡറേഷൻ തന്നില്ല കേട്ടോ. ഇല്ല ഇല്ല, അതുകൊണ്ട് നമ്മള് ഞാൻ അങ്ങനെ എടുക്കാൻ നോക്കിട്ട് വിട്ടു. കാരണം താഴെ ഓക്കെ. കഴിഞ്ഞു. സ്റ്റോപ്പ്. ശരിക ലാസ്റ്റ് കാൻഡിഡേറ്റ് വരൂ. പാട്ടും പാടി ആപ്പിളും കഴിച്ച് ശരിക്ക് ഇപ്പോഴും ഛർദ്ദിക്കാൻ വരുന്നതാണ്, പക്ഷെ ഇവിടെ വരുമ്പോ അതൊക്കെ മാറും. നോക്കോ, കോമ്പറ്റീഷൻ ആണ്. റെഡി? ചിക്കനൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിക്കും. സത്യം ഡയറി മിൽക്ക് ആയാലും കുഴപ്പമില്ലായിരുന്നു. ഒരു മിനിറ്റും കൂടി ഉണ്ട്. വേഗം ചേച്ചി. കയ്യിലെടുത്ത് കഴിക്കുന്ന അങ്ങനെയല്ല, നമുക്കൊരു സഹതാപം തോന്നണില്ലേ? ആപ്പിളിനോട് സഹതാപം തോന്നുന്നു. നിനക്ക് അങ്ങനെ തന്നെ വേണം. വേറെ എല്ലാ ആപ്പിളും ഭാഗ്യവന്മാരാണ് അല്ലേ? അയ്യോ പാവ ആപ്പിള്. 2 മിനിറ്റ് ആയോ? തളർന്നു. എനിക്ക് സ്വന്തമായിട്ട് തരും. ഇല്ല, ഇത് സ്വന്തമായിട്ട് തരില്ല. ഇതിനെ പുച്ഛിച്ചതാണ്. തരില്ല. കിട്ടുന്നത് കടിച്ചു. അപ്പൊ തോറ്റു. അപ്പൊ ഇവിടെ ടൈ ആയിട്ടുണ്ട് കാര്യങ്ങള്. 2 ആളുകൾ തമ്മിൽ ഒന്നാം സമ്മാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. വീണ റെഡി, നിഷയും 2 കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. തലമുടിയെല്ലാം കെട്ടിവെച്ചു. ഷോളൊക്കെ കെട്ടിവെച്ചു, റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ 2 ആപ്പിൾ അറ്റ് എ ടൈം, ഒരേ സമയം 2 പേരും കൂടെ മത്സരിക്കാൻ പോകുന്നത്. നോക്കാം. 2 മിനിറ്റ് സമയം. ടൈം സ്റ്റാർട്ട്സ്. വിട്ടുകൊടുക്കരുത്. ഏതാനും നിമിഷങ്ങൾക്കകം വീണത് തീരാൻ പോവുകയാണ്. മുടി വരെ കെട്ടിയിട്ട് തോറ്റു വരുന്നു. നിഷ ചേച്ചിട്ട് തീർന്നു. അയ്യോ വീണ തീർന്നു. വീണ അങ്ങോട്ട് നോക്കണേ. വീണയുടെ തീർന്നിരിക്കുന്നു. വീണയുടെ തീർന്നു. ഒരു മിനിറ്റ് 23, 24 സെക്കൻഡ്. ഇനി സമയമുണ്ട്. ക്ലിയർ രണ്ടുപേരും ഒരേ സമയം കഴിഞ്ഞു. ഒരേ സമയം കഴിഞ്ഞു.
ഓക്കെ, രണ്ടുപേരും വിന്നേഴ്സ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. 1 minute 40 seconds. രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. തളർന്നു അല്ലേ? റെസ്റ്റ് കഴിഞ്ഞു. കാലിന് ചെറിയൊരു പെയിൻ ഉണ്ട്. പറഞ്ഞില്ലേ ലക്ഷ്മി ചേച്ചി വന്നപ്പോ പറഞ്ഞു പെയിൻ ഉണ്ടല്ലേ കാലില്. ഇത്രയും നിന്നുകൊണ്ട് ചെറിയൊരു പെയിൻ. സമ്മതിച്ചിട്ടുണ്ട്. ഇത്രയും പെയിൻ ഒക്കെ സഹിച്ച് അവൾ ഇത്രയും നല്ല കുക്കിംഗ് പഠിക്കണ്ടേ? അല്ലല്ല, ഞാൻ ടൈം എടുക്കുമല്ലോ ചിലപ്പോൾ പാലൊക്കെ തിളയ്ക്കാനൊക്കെ. ആ ടൈമിലിരിക്കും. ബാക്കി അങ്ങനെ. ഈ ശാലിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും ശാലിനി ഒരുപാട് US-ലൊക്കെ ഷോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ മേക്കപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. വീഡിയോസ് ഇപ്പൊ ഇല്ല. ഞാനിത്തിരി വണ്ണം വെച്ച് പോയി. അപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും പാട്ട് പാടണമെന്നുണ്ട്. അപ്പോൾ ഏകദേശം ഉള്ള കട്ടിങ്സ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി പാട്ടിലോട്ട് നീങ്ങാം. കാരണം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഐറ്റംസ് എന്തായാലും റെഡിയാകും. കുറേ പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി കാണാതെ പാടണമെന്ന് അറിയില്ല. ഞാൻ പേപ്പറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നോക്കിയായിരിക്കും പാടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഹിന്ദി പാട്ട് പാടാം. നിങ്ങളെല്ലാവരും ഇത് ആസ്വദിക്കണം കേട്ടോ. हे मेरी ज़हर जबी तुझे मालूम नहीं, तू अभी तक है हंसी और मैं जवान, तुझ पे कुर्बान मेरी जान हे मेरी ज़हर जबी तुझे मालूम नहीं, मैं अभी तक है हंसी और तू जवान, तुझ पे कुर्बान मेरी जान तुझ पे कुर्बान मेरी जान 4 വരി എന്തായാലും പാടാൻ പറ്റുള്ളൂ. ഈ കുക്കിങ്ങിനിടയ്ക്ക് എനിക്ക് ഇതൊക്കെ നടക്കുകയുള്ളൂ. ഒരുപാട് പാടുകയാണെങ്കിൽ അവരെല്ലാവരും എന്നെ കളിയാക്കും. ഇത് കുക്കിംഗ് പ്രോഗ്രാമാണ്, ഇത് പട്രുമാൽ പോലത്തെ റിയാലിറ്റി ഷോ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ആരും എന്നെ ശ്രദ്ധിക്കാത്ത ടൈമിൽ നമുക്ക് വീണ്ടും അടുത്തൊരു പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തായി മൂടി വെച്ചു. നിങ്ങളെ എടുത്തോണ്ട് പോയാലോ വെച്ചിട്ട് മൂടി വെച്ചു. ആരാ ലക്ഷ്മി ചെയ്ത്? ഏതാണ് ലക്ഷ്മി ചേച്ചി കാണിക്കാൻ വെച്ചിരിക്കുന്നത്? ഇത് അവിടെ വെക്കാനുള്ളത്. അയ്യോ, അത് ഡെക്കറേറ്റ് ചെയ്തില്ലേ? ഇതന്നെയുള്ളൂ. പൊന്നും കൂടെ തന്നെ എന്തിനാ പൊട്ട്? പപ്പായ കോക്കനട്ട് ബർഫി ഇട്ട് പേര് ആദ്യമായിട്ട് പേരെന്താ? പപ്പായ കാണുമ്പോൾ തന്നെ അതങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നുന്നല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ കഴിച്ചിട്ടില്ല. ഇതിന്റെ മേലൊരു ക്രിസ്മസ് കൂടെ ഇനിയിപ്പോ അവിടെ പോയി എടുക്കാം. അയ്യോ, ഞാൻ പറഞ്ഞു അത് സാരില്ല, ഒരു മാർക്ക് കൂടുതൽ കിട്ടിയ നിനക്ക് പകുതി തന്നേക്കാം. എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് അലങ്കരിക്കും. എന്ത് വെക്കും? ചുമ്മാ എന്തെങ്കിലുമൊക്കെ വെക്കേ. ഒരു ഐഡിയ പറഞ്ഞു. അല്ല, ഞാൻ പറയാം, പപ്പായ ഫ്രഷ് പപ്പായ എടുത്ത് പീസ് ചെയ്ത് വെക്കും. വെക്കാല്ലേ? ഈ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചാല് 1 2 3 4 എന്നിട്ട് അവിടെ ഓരോ ഇത് എന്താ പറയാ കഴിച്ചു നോക്കിയോ? ഞാൻ കഴിച്ചില്ല. ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു. നന്നായിട്ടുണ്ടോ? സ്വന്തമായിട്ട് വലിയ വിശ്വാസമില്ല. അതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മള് ഇത്തവണ മിക്കവാറും. താങ്ക് യുടാ. അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാം. അടുത്ത പരിപാടി എന്താ? പാല് നമുക്ക് തിളപ്പിക്കണം. ഓക്കെ, 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായി തണുക്കാൻ വേണ്ടി വെക്കണം. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിലോട്ട് മാറ്റി വെക്കാം. ഈച്ചയും പ്രാണിയും ഒന്നും വീടായിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഓൺ ആയിട്ടുണ്ട്. 2 പാക്കറ്റ് പാല് നന്നായിട്ട് തിളപ്പിക്കണം. ഓക്കെ, പഞ്ചസാര ഒന്നും ഇടണ്ട. എപ്പോഴേ ഇളക്കണ്ട, അടി പിടിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അടി പിടിക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ
അതിലോട്ട് ഈ മിൽക്ക് മെയ്ഡ് എവിടെ മിൽക്ക് മെയ്ഡ് അല്ല മിൽക്ക് മെയ്ഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക 2 പാക്കറ്റ് പാലിന് 1 പാക്കറ്റ് അല്ല സോറി 2 പാക്കറ്റ് പാലിന് 1 ടീൻ മിൽക്ക് മെയ്ഡ്. ആദ്യം ഇത് തിളക്കട്ടെ. ആക്രാന്തം വെപ്രാളം പാടില്ലെന്നാണ് പറയുന്നത്. അത് മെതുവേ ആകും. അതുവരെ നമുക്ക് വേറെ എന്താ പരിപാടി? ഇവിടെ ബദാമൊക്കെ ഇരിപ്പുണ്ട്, നട്ട്സ് ഉണ്ട്, കടിക്കൂല, ഒന്നിനും വിളിക്കും. പാലടി പിടിക്കാൻ പാടില്ല, തിളക്കണം. എനിക്ക് 2 കൈയേ ഉള്ളൂ. ബദാം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ വേഗം ബദാമിന് തൊലി ഉരിഞ്ഞു. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നട്ട്സ് എന്തായാലും മിക്സിയിൽ അടിച്ചു. മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞ സംശയം നോക്കട്ടെ. ഞാൻ വിചാരിച്ചു ഒടിഞ്ഞു പോയി. എനിക്ക് ഉറപ്പായി മിക്സിയുടെ ബ്ലേഡ് എന്തായാലും ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല റെഡിയാ. നമുക്ക് പാല് ആക്ച്വലി നമ്മളിങ്ങനെ ഞാനൊരു ഗ്യാപ്പ് ഇട്ട് ഉണ്ടാക്കുകയാണ്, പക്ഷെ അത് കറക്റ്റ് ഞാൻ ഫോളോ ചെയ്ത് പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് റെഡിയാക്കേണ്ട തിരക്കിൽ പാലൊന്ന് ഓഫാക്കി കുറച്ച് പാലൊന്ന് തണുപ്പിക്കണം. എന്തിനാണെന്നറിയോ? നമുക്ക് ഈ പപ്പായ ഒന്ന് മിക്സിയിൽ അടിക്കണം. ഓക്കെ, കുറേ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും പപ്പായ വേണ്ട. അതിൽ കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റം വേണേ. ശ്രദ്ധിച്ചിരുന്നോളം ബ്രേക്ക് വന്നാലും പോകരുത് ക്യാമറയുടെ മുന്നിൽ നിന്ന്, അല്ല ടി വിയുടെ മുമ്പിൽ നിന്ന്. സോറി, മാറിപ്പോയി. ചേച്ചി എവിടെ വരെ ഈ കാര്യങ്ങൾ? അതെ, കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തി തുടങ്ങി. ജലറ്റിനാണ്, ജലറ്റിൻ മനസ്സിലായോ? അതിനെ കുക്ക് ചെയ്ത് എന്താ ഉണ്ടാക്കുന്നത് ചേച്ചി? അത് ഞാൻ പപ്പായ പപ്പായ സൂഫ്ലേ എന്നാണ് സംഭവത്തിന്റെ പേര്. ചേച്ചിയുടെ പേരാണോ അല്ല ഡിഷിന്റെ പേരാണോ? അല്ല, ഡിഷിന്റെ പേര് അങ്ങനെയാണ്. അപ്പൊ അതിനെ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അവിടെ വെച്ചിരിക്കുക. എവിടെ? അവിടെ അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളാണ് ഇത് കാണാൻ നമ്മൾ വന്നത് കേട്ടോ. അപ്പൊ ശരി. കുറച്ച് പാല് നമുക്ക് എന്തായാലും ഇതിലോട്ട് തന്നെ ഇടാം. അപ്പം തണുത്ത് കിട്ടും. ലേശം പാല് മതി. പാൽ എന്തായാലും ഒന്ന് തണുക്കണ സമയം കൊണ്ട് ഇവിടെ ആറ്റാനുള്ള അവിടെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഇതൊന്ന് തണുക്കണ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നോക്കാം. പാല് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടിക്കാം മിക്സിയിൽ. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിയും. അല്ലെങ്കിൽ പിന്നെ മൊത്തം കൺഫ്യൂഷനാകും എന്തൊക്കെയാന്ന്. ഏകദേശം നമ്മുടെ പപ്പായ തണുത്ത് കഴിഞ്ഞു. പാലും കൂടി തണുത്ത് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് പപ്പായിട്ട് മിക്സിയിൽ നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി ഇടും. അപ്പോൾ ഏകദേശം നമ്മുടെ പാല് തണുത്ത് കഴിഞ്ഞു. അതിലോട്ട് നമ്മളൊരു ആവശ്യത്തിന് കേട്ടോ, ഒത്തിരി വേണ്ട, 2 പാക്കറ്റ് പാലിന് 1 മിൽക്ക് മെയ്ഡ് കണക്ക്. യെസ്, ഇത്രയും പപ്പായ മതി. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത്രയും ഡെക്കറേഷന് വേണ്ടതാണ്, ഡെക്കറേറ്റ് ചെയ്യണം. നമുക്കിത് മിക്സിയിലോട്ട് നന്നായിട്ട് അടക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് അടുത്ത കാര്യത്തിൽ നിൽക്കാം. ഇതാണ് ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കോരാ കാഗസ് തായേ മൻ മേരാ ലിഖ് ദിയാ നാം ഇസ് പേ തേരാ സുമാ ആംഗൻ താ ജീവൻ മേരാ बस गया प्यार जिस पे तेरा गोरा कागज था ये मन मेरा लिख दिया नाम इस पे तेरा सुमा नागन था जीवन मेरा बस गया प्यार जिस पे तेरा. നമുക്കിതിൽ പാല് തിളച്ചോ നോക്കാം. പാല് തിളച്ചതിന് ശേഷം നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ട് പാടാം. അപ്പോൾ ശ്രദ്ധിച്ചോളാം, പാട്ട് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അപ്പോൾ പാല് ഏകദേശം തിളക്കാറായി. നമുക്കിനി അടുത്ത ചൈന ഗ്രാസ് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അടുത്തൊരു പാട്ട് കൂടെ പാടാം. ഓക്കെ,
ചൈന ഗ്രാസ് റെഡിയാണ്. ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ ഓക്കെ, ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ചേർക്കാൻ തന്നെ പണിയൊന്നും നടക്കൂല. ഇത് ചെയ്ത് വെച്ചിട്ട് അത് തുടങ്ങാം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ടെൻഷൻ ആവുന്നു എന്തൊക്കെ ആവുന്നു. ഇനി പാല് നന്നായിട്ട് ഇളക്കണം. ശ്രദ്ധ ഇനി മാറ്റാൻ പാടില്ല. മിക്സിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ടൊന്ന് പാട പിടിക്കാൻ പാടില്ല. 2 കൈ ഉറക്കണമെന്നാണ് പറയുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതും ഇളക്കണം, ഇതും ഇളക്കണം, രണ്ടും കൂടെ പറ്റും. കുറച്ച് വെള്ളം ആവശ്യത്തിന്. പാൽ എന്തായാലും ഇവിടെ പാല് തിളച്ചു കഴിഞ്ഞു. ആ പാലിലോട്ട് കുറച്ച് വാനില എസൻസ്, ഒരു നുള്ളു മതി, ജസ്റ്റ് ഒരു പേരിന്. ഇതാ ഞാൻ ഇടുന്നത്, കൂടി പോകണ്ട. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഇളക്കണം നന്നായിട്ട്. ചൈന ഗ്രാസിന് വെള്ളം കൂടാനും പാടില്ല. നന്നായിട്ട് തിളക്കണം. പാല് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ആ പാലിലോട്ട് മിൽക്ക് മെയ്ഡ് ഇടാം. ഓക്കെ, എന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണേ, കട്ട പിടിക്കും. നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അതേപോലെ തന്നെ ചൈന ഗ്രാസ് നന്നായിട്ട് ഇതാകണം. കാരണം ചൈന ഗ്രാസ് മൂട്ടിൽ പിടിക്കാൻ പാടില്ല. ഒപ്പരെ ഈ പാലും മിൽക്ക് മെയ്ഡ് നന്നായിട്ട്, വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയായിരിക്കും. നമ്മളിങ്ങനെ നന്നായിട്ട് പറയുമ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഫുഡിങ്ങിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറയുന്ന കേട്ടോ. ഏകദേശം നമ്മുടെ പാലും മിൽക്ക് മെയ്ഡ് നന്നായിട്ട് അലിഞ്ഞു. അതേസമയം അപ്പുറത്ത് നമ്മൾ ചൈന ഗ്രാസും നല്ല രീതിയിൽ അലിയിച്ചു. ഒരുമിച്ച് വേണം മിക്സ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കാര്യം കഴിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് തിരിയാം. എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പാലും മിൽക്ക് മെയ്ഡും തിളച്ചു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ചൈന ഗ്രാസിലോട്ട് തിരിയാം. ഓക്കെ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായിട്ട് ഇതിൽ അലിയണം. ഏകദേശം നന്നായിട്ട് ചൈന ഗ്രാസ് അലിഞ്ഞു കഴിഞ്ഞു. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി മിക്സ് ചെയ്യണം. ഇവിടെയും പാടയും പിടിക്കാൻ പാടില്ല. 2 കൈ കൊണ്ടും ഒരേ സമയം 2 ഇളക്കേണ്ടി വരും. ഇവിടെ ചൈന ഗ്രാസ് കട്ട പിടിക്കാനും പാടില്ല, എന്നാൽ പാലിൽ പാട കെട്ടാൻ പാടില്ല. ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ജേച്ചി, താങ്ക് യു. അഞ്ജേച്ചി ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് ഇതും കൂടി മിക്സ് ചെയ്തേനെ. ഇതൊന്ന് ഇളക്കി തന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തേനെ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതാ അല്ല, ഞാൻ മിക്സ് ചെയ്ത് ഇളക്കി തന്നാൽ മതി. അതൊന്ന് ഇളക്കി കട്ട പിടിക്കും. ഇതിലൂടെ നമ്മൾ പപ്പായ നന്നായിട്ട് മിക്സ് ആക്കണം. കഴിഞ്ഞോ അഞ്ജേച്ചിൻ്റെ പണിയെല്ലാം കഴിഞ്ഞോ? എന്താ ഉണ്ടാക്കിയേ? നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. വേഗം കഴിഞ്ഞോ പണി? അങ്ങനെ ഉണ്ടല്ലേ. അപ്പം അതിലൂടെ നമ്മൾ ചൈന ഗ്രാസ് മിക്സ് ചെയ്യണം, കട്ട പിടിക്കും. ഓക്കെ, റെഡി. ഇത്തിരി പണിയാണ്, നന്നായിട്ട് ഇളക്കണം. ഒന്ന് പിടിച്ചേച്ചാ സൈഡിൽ. എൻ്റെ ചെറിയ പണിയൊന്നും അല്ല കേട്ടോ. കുക്കിംഗ് അത്ര എളുപ്പമുള്ള കലയല്ല. ചൂടുണ്ടേ ചേച്ചി, ചൂടുണ്ടേ. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതൊരു ബൗളിലൂടെ സെർവ് ചെയ്യാം. ചേച്ചി മൈൻഡാക്കുന്നതെന്ന് വിചാരിക്കല്ലേ, കുറച്ച് തിരക്കിട്ട പണിയായി പോയതുകൊണ്ടാണ്. എന്തുവാ ഏതാ? കോപ്പി അടിക്കാൻ വിറ്റുകൊണ്ടതാണോ? പാട്ടുകളാണ് എനിക്ക് പാടാനുള്ള. തിരക്ക് വേണ്ടി വേണം പാട്ട് പാടാൻ. ഇതൊക്കെ എൻ്റെ ലിസ്റ്റിലെ പാട്ടുകളാണ്. ഏകദേശം ഇത് റെഡിയായി. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഇതിലൂടെ നമ്മൾ ഈ സാധനം അത്യാവശ്യം ഒരു പാത്രത്തിലേക്കായി. അടുത്ത പാത്രം ഓക്കെ 2 പ്ലേറ്റിലേക്ക് നമ്മൾ ചെയ്തു. കുറച്ച് പണിയുള്ള പണി തന്നെ, ചെറിയ പണിയൊന്നുമല്ല. ഇതിലോട്ട് നമ്മൾ എൻ്റെ ചേച്ചിയൊന്നും പറയണ്ട. ഇതിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പപ്പായ അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് വിടുക. ഭംഗിയിലൊക്കെ ഇടൂ. സൗന്ദര്യം നോക്കാൻ പറ്റില്ല, ചിലപ്പോൾ കട്ട പിടിച്ചു പോയതാ. ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ, പക്ഷെ എന്ത് ചെയ്യാനാ, ആഗ്രഹം നടക്കില്ല. അതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ
നന്നായിട്ടുണ്ട് കേട്ടോ സജിത. വിളിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ചെയ്താൽ അറിയും, അത് സത്യമായ കാര്യം. എല്ലാം ആവശ്യത്തിന് മതി. അധികമായ അമൃതം വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ പപ്പായ പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. ദൈവമേ ചുമ്മാ എന്റെ പുഡിംഗ് എന്തായോ? എന്റെ പുഡിംഗ് നിങ്ങൾ പോയത് കഴിക്കാൻ വേണോ? എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ്. ഇതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. അവിടെ പുഡിംഗ് റെഡി ആയിരിക്കണം. ദാറ്റ് ടൈം എനിക്കിത് കഴിക്കണം. ഏത് ടൈം? ദാറ്റ് ടൈം, ആ സമയം. അതെന്താ സാധനം? നിങ്ങൾ ഇങ്ങനെ അഞ്ചരച്ച് കാണണ്ട, കണ്ടെങ്കിൽ ഇപ്പൊ തട്ടിപ്പൊട്ടണം. അണ്ണൻ നിന്റെ പപ്പരൊക്കെ എണ്ണി എടുത്തോണ്ടും പോയി. അയ്യോ സോറി, പപ്പരക്കല്ല, കൊക്കർക്കോന്ന് കേട്ടിട്ടുണ്ട്. പപ്പരക്കാന്ന് ആദ്യമായിട്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞു പപ്പരക്കെ? കർമ്മൂസ, പപ്പായ പപ്പായ. എന്താ പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയല്ലേ? എനിക്കൊരു കാര്യം പറയണ്ട്. എല്ലാരും 1-2 പപ്പായ എടുത്ത് 5-6 പപ്പായ എടുത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതെന്തിനാ? വീട്ടിൽ കൊണ്ടുപോകാൻ. ജമാസിന് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. അല്ല എനിക്ക് ഇഷ്ടമാണ് കർമ്മൂസ. കർമൂസയോ? ആ തലശ്ശേരി കർമ്മൂസ എന്ന് പറയുന്ന നാട്ടിൽ എന്താ പറയുന്നത്? തലശ്ശേരി പോയിട്ട് എത്ര വർഷമായി? 1 വർഷം 1 മാസം. ഇത് നമ്മള് തൃശ്ശൂരൊക്കെ പോയി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എന്താ ഇട്ടത്, എന്താ ഇങ്ങനെ എന്നോട് എന്തുട്ടാ പണി ഇല്ലാഞ്ഞിട്ട് വന്നേണ്. തൃശ്ശൂരുകാരെ പറഞ്ഞ പൗക്ക് സ്വീച്ചില്ല. നീ എന്താ ഉണ്ടാക്കിയത്? അയ്യോ, നിങ്ങൾ എന്റെ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞോണ്ടിരുന്നത്? പിന്നെ നോക്കി സൗന്ദര്യം നമുക്ക് പിടിച്ചില്ല. പറഞ്ഞു എനിക്ക് തോന്നിയതായിരിക്കും. അഞ്ചരച്ച് വന്ന് പറഞ്ഞിട്ട് പോയത്. ആ ശരി. ബൈ ദ വേ, ഞാനിപ്പോൾ പുഡിംഗ് ആണ് റെഡിയാക്കിയത്. അത് അവിടെ ഇരിപ്പുണ്ട്. അത് കഴിക്കുമ്പോൾ ലക്ഷ്മിച്ച് പറയും. പിന്നെ ക്രാഷ് വീണ്ടും പറയും. അല്ല, കൃഷ്ണന്റെ ക്രാഷ് ഉണ്ടാക്കി ഉണ്ടാക്കി വട്ടായ. ചില സമയത്ത് ഇങ്ങനെയാ പെട്ടെന്ന് വയലന്റ് ആവും. താങ്ക് യു സോ മച്ച്. ഓ സ്വസ്ഥതയായി പോയി. ഇത് കഴിക്കാൻ വേണം, അപ്പം തന്നെ കയറി. ആ ശരി, കാണാം. മയ്യേ അമ്മായി നിന്നെ തമ്മിൽ എന്ത് വിളിക്കണം? അതല്ല ഓ മിണ്ടൂല, ഞാനില്ല. കൊറേ പാത്രം ഉണ്ടല്ലോ അനില ചേച്ചി. ഓ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇത് ഏത്തപ്പഴം അറിയാലോ? അതറിയാം. അത്. ഇത് തേന്. പിന്നെ ഇത് പപ്പായ പൾപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ ചെറി. ഇത് ഷുഗർ കോട്ടഡ് നട്ട്സ്. ഇത് ജെല്ലി പപ്പായ വിത്ത് ജെല്ലി, അല്ല വിത്ത് ജെല്ലി പപ്പായ. ഇത് കസ്കസ്. പിന്നെ പപ്പായ. ഇത് ഷുഗർ പപ്പായ. പിന്നെ ബദാം. പപ്പായ കൊണ്ടൊരു ഉത്സവമാണ്. പപ്പായ ആണല്ലോ മെയിൻ സാധനം. അപ്പോൾ പപ്പായ വേണ്ട. എല്ലാം പപ്പായ ചേരുമ്പോ എന്താവും? എല്ലാം കൂടെ ചേരുമ്പോൾ ഞാനിട്ട പേരാണ് അവിടെ പപ്പായ ക്രീം കോൺ. അല്ല, ഞാൻ സംശയം ചോദിക്കട്ടെ, നിങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റ് തന്നെ ആയിരുന്നോ? സംശയമുണ്ട്. അല്ല സത്യം പറയട്ടെ, സത്യം പറയാം. പണ്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഐസ്ക്രീം ഒക്കെ ആയിട്ട്. പക്ഷെ അവിടെ പപ്പായ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു പപ്പായയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് പപ്പായ കൊണ്ട് അങ്ങനെ വിഭവം ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും അത്യാവശ്യം കാണുമ്പോ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്തത് വരുമ്പോ ദാ ഇവിടെ ചാരു ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് സൂപ്പർ ആയിരുന്നു. അത് ചക്ക വീണ് മുയല് ചത്തതാ. ശരി, അപ്പൊ ചേച്ചിയുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഞങ്ങള് അടുത്ത ആളെ ഇങ്ങോട്ട് നോക്കിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് വരും. ശരി.
ആ അതായത് പടാളൊക്കെ വന്നോ ഇതൊക്കെ എന്ത് ഭംഗി കാണാൻ. ആ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഒന്നും ഉണ്ടാക്കിയില്ല. എന്തിനാ പിന്നെ ഇവിടെ നിന്ന്? ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. മറന്നു. ഇവിടെ വന്നപ്പോ എല്ലാം മറന്നു. ഇവിടെ വന്നപ്പോ എല്ലാം മറന്നു. എവിടെയെങ്കിലൊക്കെ നല്ല ഉച്ചല്ലേ പറ എന്തുണ്ടാക്കിയ എന്റെ ഫ്രീസറിൽ വെച്ചിരിക്കാം, ഒളിച്ചു വെച്ചിരിക്കാം. പാചകം പഠിക്കാൻ ഏതോ സ്കൂളിലൊക്കെ പോയെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ നമ്മൾ അറിഞ്ഞു. തിരുവനന്തപുരത്ത് ഏതോ. എനിക്കിപ്പോ എനിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഞാൻ പോകും. ആണല്ലേ? അല്ല എന്നാലും നമുക്കും അവിടെ നിന്ന് വരാൻ വിചാരിച്ചിട്ടാ. എന്താ പറ്റൂലേ? നിങ്ങൾക്ക് എന്താ അവിടെ സ്കൂളില്ലേ? തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു കേട്ടു. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുമോ? അത് തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ആളാണ്. ഐസ്ക്രീമാണ് ഫ്രീസർ വെച്ചിരിക്കുകയാണോ? ഫ്രീസർ വെച്ചിരിക്കും. ഐസ്ക്രീമോ? എളുപ്പമാണോ? എളുപ്പമൊന്നുമില്ല. കഴിക്കാനല്ലേ ഉണ്ടാക്കാൻ? അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. എനിക്ക് പറഞ്ഞു ചേച്ചി സൂക്ഷിച്ചോ ഇനി അതൊന്നുമില്ല. അതിൽ മുട്ടയും പാലും മുട്ടയും പിന്നെന്താ കുറച്ച് കോൺഫ്ലെക്സ് പൊടിയിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് പിന്നെ മിൽക്ക് മെയ്ഡും പിന്നെ ക്രീമും ഒക്കെ ആഡ് ചെയ്ത് വീണ്ടും അടിക്കുക. എളുപ്പമാണ്. പിന്നെ പപ്പായ പപ്പായ അപ്പൊ ഞങ്ങൾ പോട്ടെ. ഇതെല്ലാം പഠിച്ചു. ഞങ്ങൾ എന്തെങ്കിലും കൊളായി വിചാരിച്ച് വന്ന, പക്ഷെ ഭയങ്കര ഉഷാറിലാണ് നിങ്ങൾ. കഴിച്ചൊക്കെ ഒന്നും അങ്ങനെ വളരെ സുന്ദരമായ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളല്ലേ. പാചകം മാത്രമല്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വരും. അതുവരെ കാത്തിരിക്കാം.